എടോ, ഞാൻ കുറേ നിന്നെ വിളിച്ചല്ലോ, നീ ഫോണ് എടുക്കണില്ലല്ലോ. നീ എൻ്റെ നമ്പർ ഇഗ്നോർ ചെയ്യുന്നതാണോ? എടോ, ഞാൻ കുറേ മെസ്സേജ് അയച്ചല്ലോ, നീ ഒന്നും റിപ്ലൈ ചെയ്തില്ലല്ലോ. നീ എന്താ ഞാൻ മെസ്സേജ് അയച്ച അപ്പം തന്നെ റിപ്ലൈ ചെയ്താൽ? ഇങ്ങനെ ചോദിക്കുന്ന നിരന്തരം ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ പിന്നാലെ കൂടി നീ എന്താ റിപ്ലൈ ചെയ്യാത്തത്, നീ എന്താ റിപ്ലൈ ചെയ്യാൻ താമസിക്കുന്നത്, വൈ ഡിലേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന എൻ്റെ ഉമ്മാനെയാണ്. ഉമ്മ എപ്പോഴും ഒരു വിളിച്ചാൽ ആ സ്പോട്ടിൽ ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിക്കും, നീ എന്താ മോനെ ഫോൺ എടുക്കാത്തതെന്ന്. നമ്മളെന്തെങ്കിലും തിരക്കായി പോയി ഞാൻ എടുക്കുന്നതിന് മുമ്പേ തന്നെ ഫോണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ ഡൈവേർട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ മെസ്സേജ് അയക്കും, നീ എന്താ ഫോൺ എടുക്കാത്തത്. അത് ശരിക്കും പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് തിരക്കിനിടയിൽ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കതൊരു വിളിക്കുമ്പോഴല്ലോ, അയ്യോ ഞാൻ എടുക്കാതിരിക്കുമോ, ഉമ്മാൻ്റെ ഫോൺ എടുക്കാതിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഫോൺ എടുക്കാതിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാതിരിക്കുമോ, എൻ്റെ ഈ തിരക്കുണ്ടല്ലോ എന്താ മനസ്സിലാക്കാത്തതെന്നാണ്. പക്ഷെ അവർ ചോദിക്കുന്നത് അവരുടെ ഇഷ്ടം, അവർക്ക് അത്ര ഇഷ്ടം കൊണ്ടല്ലേ അവർ ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നീ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു കമൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഒരു എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കും, നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് ചോദിക്കാനായിരിക്കും. പക്ഷെ അത് അവർക്ക് അതിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കില്ലേ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമ്മളോട് അത് റിപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അവർ പരാതി പറയുന്നുണ്ടാകുക. അതുകൊണ്ട് അങ്ങനെ പരാതി പറയുന്നതാണ് ഞങ്ങൾ എന്താ പറയുക, അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേഗം റിപ്ലൈ ചെയ്യാൻ നോക്കുക, തികച്ചും അടുത്ത സെക്കൻഡിൽ തന്നെ റിപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ.